നമസ്കാരം. നിങ്ങളുടെ മനസ്സിൽ ഒരു കിടിലൻ ബിസിനസ് ഐഡിയ ഉണ്ടോ? അല്ലെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ? എങ്കിൽ നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. കാരണം ഒരു പ്രോഡക്റ്റ് എങ്ങനെ വിജയകരമായി ലോഞ്ച് ചെയ്യാമെന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആദ്യത്തെ കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം, അവരെ എങ്ങനെ ആകർഷിക്കാം, ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലേക്കും നമുക്ക് വിശദമായിട്ട് തന്നെ കടന്നു ചെല്ലാം. അപ്പോൾ നിങ്ങൾ പുതിയൊരു സംരംഭം തുടങ്ങാൻ റെഡിയായി നിൽക്കുകയാണോ? ആണെങ്കിൽ ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കൂടെ വരുന്ന ടെൻഷനും നിങ്ങൾക്ക് നന്നായിട്ട് അറിയായിരിക്കും അല്ലേ? ഒരുപാട് പ്രതീക്ഷകൾ കാണും, പക്ഷേ എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്നൊരു കൺഫ്യൂഷനും ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അങ്ങനെയുള്ളൊരു അവസ്ഥയിലൂടെ പോകുന്നവർക്ക് ഇത് തീർച്ചയായും ഉപകാരപ്പെടും. ഒരു പുതിയ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ നമ്മളെല്ലാവരും സാധാരണയായി വരുത്തുന്ന ഒരു വലിയ തെറ്റുണ്ട്. എന്താണെന്നറിയാമോ? എല്ലാവരെയും നമ്മുടെ കസ്റ്റമറാക്കാൻ ശ്രമിക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ വലയെടുത്ത് കടലെറിഞ്ഞിട്ട് എല്ലാ മീനിനെയും പിടിക്കാൻ നോക്കുന്ന പോലെയാണ്. അവസാനം എന്ത് സംഭവിക്കും? നമ്മുടെ മെസ്സേജ് ആർക്കും വേണ്ടയല്ലാത്ത ഒന്നായി മാറും. ആരും അത് ശ്രദ്ധിക്കാതെ പോകും. പക്ഷേ ഇതിനൊരു പരിഹാരമുണ്ട്. ആ പരിഹാരത്തിന്റെ പേരാണ് ലോഞ്ച് കസ്റ്റമർ പേഴ്സോണ. കേട്ടിട്ട് വലിയൊരു സംഭവമായി തോന്നുമെങ്കിലും സംഭവം സിമ്പിളാണ്. ഇതൊരു സാധാരണ മാർക്കറ്റിംഗ് പ്രൊഫൈൽ മാത്രമല്ല. നിങ്ങളുടെ പ്രൊഡക്റ്റ് ആദ്യമായി വാങ്ങാൻ ഏറ്റവും സാധ്യതയുള്ള, നിങ്ങളുടെ വിജയത്തിന് അടിത്തറയിടാൻ പോകുന്ന ആ ഒരു ഐഡിയൽ കസ്റ്റമറുടെ ഒരു ഡീറ്റെയിൽഡ് ചിത്രമാണിത്. ആരാണവർ, അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ കൃത്യമായി നിർവചിച്ച് നമ്മുടെ എല്ലാ തീരുമാനങ്ങളെയും മുന്നോട്ട് നയിക്കുന്ന ഒരു കിടിലൻ ടൂളാണിത്. നമ്മുടെ മുഴുവൻ ചർച്ചയും ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യത്തെ ചുറ്റിപ്പറ്റിയാണ്. നിങ്ങൾ സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ആരാണ് നമ്മുടെ ഏറ്റവും അനുയോജ്യനായ ആദ്യ ഉപഭോക്താവ്? എന്ത് കണ്ടിട്ടാണ് അവർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങുന്നത്? ഈ ഒരു ചോദ്യത്തിന് ഒരു വ്യക്തമായ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ലോഞ്ചിന്റെ പകുതി ജോലി കഴിഞ്ഞു. കാരണം നിങ്ങൾ പോകുന്നത് കറക്റ്റ് ട്രാക്കിലാണെന്ന് അതോടെ ഉറപ്പിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ കസ്റ്റമർ ബ്ലൂ പ്രിന്റ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ആര് എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ആരാണ് നമ്മുടെ ആ ഐഡിയൽ കസ്റ്റമർ എന്ന് കൃത്യമായിട്ട് വരച്ചു വയ്ക്കുന്നതിലാണ് നമ്മൾ ആദ്യം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തുടങ്ങാം. ഈ കാണുന്ന വിവരങ്ങളില്ലേ, ഇത് ശരിക്കും ഒരു ബിൽഡിങ്ങിൻ്റെ ഫൗണ്ടേഷൻ പോലെയാണ്. നമ്മുടെ കസ്റ്റമർക്ക് ഒരു രൂപം നൽകാൻ ഈ ഡെമോഗ്രാഫിക് ഡീറ്റെയിൽസ് നമ്മളെ സഹായിക്കും. അവർക്കൊരു പേര് കൊടുക്കാം, അവരുടെ ജോലി, പ്രായം, എവിടെയാണ് താമസിക്കുന്നത്, ഏകദേശം വരുമാനം എത്രയാണ് എന്നിങ്ങനെയുള്ള ബേസിക് കാര്യങ്ങൾ. ഇത് നമ്മുടെ കയ്യിലുള്ളൊരു ID കാർഡ് പോലെയാണ്. ഇതാണ് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. ശരി, അപ്പോൾ പുറമേയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി. ഇനി നമുക്ക് അവരുടെ ഉള്ളിലേക്ക്, അതായത് അവരുടെ ചിന്തകളിലേക്കും തീരുമാനങ്ങളിലേക്കും കടക്കാം. എന്തുകൊണ്ടാണ് അവരൊരു സാധനം വാങ്ങുന്നത്? ആ ഒരു എന്തുകൊണ്ട് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമ്മളിനി കണ്ടെത്താൻ പോകുന്നത്. ഡെമോഗ്രാഫിക്സ് നമുക്ക് ആര് എന്ന് പറഞ്ഞു തന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സൈക്കോഗ്രാഫിക്സ് നമുക്ക് എന്തുകൊണ്ട് എന്ന് കാണിച്ചു തരും. സൈക്കോഗ്രാഫിക്സ്, ഈ വാക്ക് കേട്ട് പേടിക്കേണ്ട. സിമ്പിളായി പറഞ്ഞാൽ അവരുടെ ചിന്താരീതി, മനോഭാവം, ഇഷ്ടങ്ങൾ, ജീവിതത്തിലെ ലക്ഷ്യങ്ങൾ, ഇതൊക്കെയാണ് സംഭവം. അവരുടെ തലയ്ക്കകത്ത് എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഉദാഹരണത്തിന്, അവർക്ക് പരിസ്ഥിതിയെപ്പറ്റി നല്ല കൺസേൺ ഉണ്ടോ, അതോ പുതിയ ടെക്നോളജി കിട്ടിയാൽ അപ്പം തന്നെ പരീക്ഷിക്കാൻ ഇഷ്ടമുള്ള ആളാണോ? ഇത് മനസ്സിലാക്കിയാൽ അവർക്ക് ശരിക്കും എന്താണ് വേണ്ടതെന്നും നമ്മുടെ പ്രോഡക്റ്റ് അവരെ എങ്ങനെയാണ് സഹായിക്കാൻ പോകുന്നതെന്നും നമുക്ക് വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അവരുടെ പൊതുവായ സ്വഭാവത്തിൽ നിന്ന് കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റ് പരിഹരിക്കാൻ പോകുന്ന ആ ഒരു പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, പക്ഷേ അതിൽ ഏത് പ്രധാന പ്രശ്നത്തിനാണ് നിങ്ങൾ പരിഹാരം കൊടുക്കുന്നത്? ഇതാണ് ഏറ്റവും നിർണായകമായ പോയിന്റ്. കാരണം ആളുകൾ പണം മുടക്കുന്നത് അവരുടെ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ കിട്ടാനാണ്, അല്ലാതെ വെറുതെ ഒരു പ്രോഡക്റ്റ് വാങ്ങാനല്ല. നമ്മുടെ പ്രോഡക്റ്റ് അവരുടെ ജീവിതത്തിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന യഥാർത്ഥ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്, അവരെന്താണ് ശരിക്കും ആഗ്രഹിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ വളരെ പ്രധാനമാണ്. സ്വയം ഒന്ന് ചോദിച്ചു നോക്കൂ, അവരുടെ ഏറ്റവും വലിയ ചാലഞ്ച് എന്താണ്? അവർക്ക് ഏറ്റവും കൂടുതൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ പ്രോഡക്റ്റ് ഉപയോഗിച്ചാൽ അവർക്ക് എന്ത് നല്ല മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത്? ഇതുവരെ നമ്മൾ കസ്റ്റമറെ ഒരു വ്യക്തിയെന്ന നിലയിൽ മനസ്സിലാക്കി. ആര് എന്നും എന്തുകൊണ്ട് എന്നും നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇനി നമുക്ക് അവരുടെ ഷോപ്പിംഗ് ശീലങ്ങളിലേക്ക് കടക്കാം. അതായത് ഒരു കസ്റ്റമർ എന്ന നിലയിൽ അവരെങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്, എവിടെ നിന്നാണ് അവർക്ക് പുതിയ പ്രോഡക്റ്റുകളെക്കുറിച്ച് വിവരം കിട്ടുന്നത്, ഇതാണ് നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒരു കസ്റ്റമർ നിങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നത് വരെയുള്ള യാത്രയെ നമുക്കൊരു 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമതായി ഡിസ്കവറി. അവർ എവിടെ നിന്നാണ് പുതിയ പ്രോഡക്റ്റുകളെപ്പറ്റി അറിയുന്നത്? സോഷ്യൽ മീഡിയയിൽ നിന്നാണോ, അതോ കൂട്ടുകാർ പറഞ്ഞിട്ടാണോ? രണ്ടാമതായി ഇൻഫ്ലുവൻസ്. ആരുടെയൊക്കെ അഭിപ്രായങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത്? ഒരു യൂട്യൂബറാണോ, അതോ ഒരു എക്സ്പേർട്ടിൻ്റെ ആർട്ടിക്കിളാണോ? അവസാനം ഡിസിഷൻ. അവർ എങ്ങനെയാണ് വാങ്ങാനുള്ള അവസാന തീരുമാനമെടുക്കുന്നത്? വിലയാണോ അവർക്ക് പ്രധാനം, അതോ ക്വാളിറ്റിയാണോ?
ഓക്കെ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറേ വിവരങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും വെറുതെ ഒരു പേപ്പറിൽ എഴുതി വെക്കാനുള്ളതല്ല. ഈ വിവരങ്ങളെയെല്ലാം എങ്ങനെ ഒരുമിപ്പിച്ച് ഒരു കിടിലൻ ലോഞ്ച് സ്ട്രാറ്റജിയാക്കി മാറ്റാം എന്ന് നോക്കാം. നമ്മൾ കണ്ടെത്തിയ ആര്, എന്തുകൊണ്ട്, എങ്ങനെ എന്നീ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ നമ്മുടെ മാർക്കറ്റിംഗ് മെസ്സേജുകളെയും പ്ലാനുകളെയും എങ്ങനെയാണ് രൂപപ്പെടുത്താൻ പോകുന്നതെന്ന് നമുക്കിപ്പോൾ കാണാം. ഈ ഒരു താരതമ്യം നോക്കിക്കേ. ഒരു കസ്റ്റമർ പേഴ്സോണ നിങ്ങളുടെ മെസ്സേജുകളെ എങ്ങനെ അടിമുടി മാറ്റുമെന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. ഞങ്ങളുടെ ആപ്പ് ടാസ്കുകൾ മാനേജ് ചെയ്യാൻ സഹായിക്കുന്നു എന്ന് പറയുന്നത് വളരെ സാധാരണ ഒരു കാര്യമാണ്. പക്ഷേ മടുപ്പിക്കുന്ന ജോലികൾ ഓട്ടോമേറ്റ് ചെയ്ത് ക്രിയേറ്റീവ് വർക്കിൽ ശ്രദ്ധിക്കൂ എന്ന് പറയുമ്പോൾ അത് കസ്റ്റമറുടെ പ്രശ്നത്തെ നേരിട്ട് അഭിസംബോധന ചെയ്യുകയാണ്. ഏതാണ് കൂടുതൽ പവർഫുൾ? രണ്ടാമത്തേതല്ലേ? ചുരുക്കി പറഞ്ഞാൽ, നിങ്ങളുടെ കസ്റ്റമർ പേഴ്സോണ ഒരു നിധി പോലെയാണ്. ഒരു വിജയകരമായ ലോഞ്ചിനു വേണ്ട 3 പ്രധാന ചോദ്യങ്ങൾക്ക് ഇതുത്തരം തരും. എന്ത് മെസ്സേജാണ് അവരോട് സംസാരിക്കേണ്ടത്? എവിടെ വെച്ചാണ് ആ മെസ്സേജ് അവരിലേക്ക് എത്തിക്കേണ്ടത്? പിന്നെ എങ്ങനെ അവരെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാൻ പ്രേരിപ്പിക്കാം? ഈ 3 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി, നിങ്ങളുടെ ലോഞ്ച് ലക്ഷ്യം തെറ്റാതെ മുന്നോട്ടു പോകും. അപ്പോൾ നമ്മളൊരു കസ്റ്റമർ പെർസോണയൊക്കെ അടിപൊളിയായിട്ട് തയ്യാറാക്കി. പക്ഷേ ഒരു മിനിറ്റ്, ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് വരുന്നത്. നമ്മൾ ഈ തയ്യാറാക്കിയ പ്രൊഫൈൽ വെറുമൊരു സങ്കല്പമാണോ, അതോ യാഥാർത്ഥ്യവുമായി ഇതിനെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇത് നമ്മൾ ഉറപ്പായിട്ടും പരിശോധിക്കണം. കാരണം നമ്മുടെ ഊഹങ്ങൾ തെറ്റാണെങ്കിൽ നമ്മുടെ മുഴുവൻ സ്ട്രാറ്റജിയും പാളിപ്പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണിത്. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയ ഈ ഡോക്യുമെന്റ് ഒരു ഹൈപ്പോത്തസിസ് മാത്രമാണ്, അതായത് ഒരു ഊഹം. നമ്മൾ അതിനെ യഥാർത്ഥ ലോകത്ത് ടെസ്റ്റ് ചെയ്യണം. ശരിക്കുള്ള കസ്റ്റമേഴ്സുമായി സംസാരിച്ച് അവരിൽ നിന്ന് ഫീഡ്ബാക്ക് വാങ്ങി നമ്മൾ വിചാരിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇതെങ്ങനെ ചെയ്യും? പേടിക്കേണ്ട, സംഭവം സിമ്പിളാണ്. ഒന്നാമതായി, നിങ്ങളുടെ പെർസോണയുമായി സാമ്യമുള്ള കുറച്ച് പേരെ കണ്ടെത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സാകാം, അല്ലെങ്കിൽ ഓൺലൈൻ ഗ്രൂപ്പുകളിലുള്ളവരാകാം. രണ്ടാമതായി, അവരുമായി സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ സർവേ നടത്തുകയോ ചെയ്ത് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചറിയുക. മൂന്നാമതായി, അവർ തരുന്ന വിവരങ്ങൾ വെച്ച് നിങ്ങളുടെ പെർസോണയെ ഒന്നുകൂടി മിനുക്കിയെടുക്കുക. ഇത് നിങ്ങളുടെ ഊഹങ്ങളെ യാഥാർത്ഥ്യവുമായി ബന്ധിപ്പിക്കാൻ സഹായിക്കും. അപ്പോൾ ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ആ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തിരിച്ചെത്തുകയാണ്. ആരാണ് നിങ്ങളുടെ ഏറ്റവും അനുയോജ്യനായ ആദ്യ ഉപഭോക്താവ്? ഇപ്പോൾ നിങ്ങൾക്ക് ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ളൊരു വഴി കിട്ടിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു ഫ്രെയിംവർക്ക് നിങ്ങളുടെ സ്വന്തം സംരംഭങ്ങളിൽ ഒന്ന് ഉപയോഗിച്ച് നോക്കൂ. നിങ്ങളുടെ ലോഞ്ച് വിജയകരമാക്കൂ. ഈ വിവരണം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം.